യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ യുദ്ധം തുടങ്ങിയിട്ട് കുടുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമ്മൾ ആരെങ്കിലും ഉദ്ദേശിച്ചതുപോലെയോ എന്തിലധികം സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബെന്യമിൻ നെതന്യാഹുവും ഉദ്ദേശിച്ചതുപോലെയോ അല്ല ഇറാൻ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇക്കഴിഞ്ഞ ദിവസവും ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ അതിഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രയേലിൻ്റെ മണ്ണിൽ നിരവധി പരിക്കുകളും നിരവധി നാശനഷ്ടങ്ങളും വരുത്തി വെച്ചുകൊണ്ട് ഇറാനിയൻ മിസൈൽ വീണ്ടും വീണ്ടും കടന്നു വരികയാണ്. എപ്പോഴാണ് ഈ ഇറാനിയൻ മിസൈലുകളെയും മിസൈൽ സംവിധാനങ്ങളെയും ഞങ്ങൾ നശിപ്പിച്ചുവെന്നും മിസൈൽ വിക്ഷേപിക്കുന്ന മുഴുവൻ വിക്ഷേപണ സംവിധാനങ്ങളെയും ഞങ്ങൾ ഡിസ്ട്രോയ് ചെയ്തു, ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോഴാണ് ഇസ്രയേലിലേക്ക് ഇത്തരത്തിൽ നിലക്കാത്ത മിസൈൽ പ്രവാഹം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മെയും അമേരിക്കൻ പ്രസിഡന്റിനെയും ലോകത്തെയും തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഒരു ദിവസം മുമ്പാണ്, അമേരിക്കയുടെ 2 ഫൈറ്റർ ജെറ്റുകളും, ഒരു ഫൈറ്റർ ജെറ്റും ഒരു സൈനിക വിമാനവും അതുപോലെ 2 ഹെലികോപ്റ്ററും ഇറാൻ തകർത്തു കളഞ്ഞത്. ഈ ഒരു സംഭവം തന്നെ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈ സംഭവത്തിന് ശേഷവും ഇസ്രയേലിലേക്ക് കഴിഞ്ഞ ദിവസം നിരവധി ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിലേക്ക് മാത്രമല്ല, UAE പറയുന്നത് ഇന്നലെ മാത്രം 23 മിസൈൽ വന്നു, അതുപോലെ 56 ഡ്രോണുകളും UAEയിലേക്ക് വന്നു. അത് ഞങ്ങൾ ഡിസ്ട്രോയ് ചെയ്തു, അതിനോട് പ്രതികരിച്ചു എന്ന് UAE അറിയിക്കുകയാണ്. അതുപോലെ കുവൈത്ത് പറയുന്നത് 8 മിസൈലും അതുപോലെ 19 ഡ്രോണും വന്നു എന്നാണ്. ഈ മിസൈലുകളൊക്കെയും ഞങ്ങൾ തകർത്തു കഴിഞ്ഞു, അവർക്കിനി മിസൈൽ വിക്ഷേപിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് നിരവധി തവണ ആവർത്തിക്കുകയും പറയുകയും ചെയ്യുമ്പോഴാണ് ഇറാൻ ഇത്തരത്തിൽ പറയുന്നത്. അതുപോലെ ഇറാൻ ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുന്നത് ഞങ്ങളുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് ആക്രമിച്ചത് എന്നും ഇറാൻ അറിയിക്കുകയാണ്. അത്തരത്തിൽ ഇസ്രയേലും അമേരിക്കയും ഇനി ഇറാന്റെ ആകാശത്തിൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇറാനിൽ ഇനിയൊന്നും അവശേഷിക്കുകയില്ലെന്നും ഇറാൻ ഇനി ആക്രമണത്തിന് മുതിരാൻ ശേഷിയില്ലാത്ത സ്ഥിതിയിലേക്ക് ആക്രമിക്കുവാൻ പോവുകയാണെന്നും ഞങ്ങളത് നാളെ മുതൽ ആരംഭിച്ചു എന്നും 4 ദിവസം മുമ്പ് ട്രംപ് പ്രഖ്യാപിക്കുകയും പിറ്റേ ദിവസം ആക്രമണം തുടങ്ങുമ്പോഴുമാണ് ഇത്തരത്തിലൊരു ഗതി അമേരിക്കക്ക് വന്നത്. പോരാ, ഈ ഒരു സംഭവത്തിന് ശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 2 ദിവസത്തെ വെടിനിർത്തലിന് അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങൾ വഴി അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യങ്ങൾ വഴി അത് നിർദ്ദേശിച്ചുവെന്നും, എന്നാൽ ഇറാൻ അതിനോട് പ്രതികരിക്കുക പോലും ചെയ്തില്ല. അത്തരത്തിലൊരു സംഭവമേ ഇല്ല. ഇസ്രയേലിലേക്കും അമേരിക്കൻ സംവിധാനങ്ങളിലേക്കും നിരവധി ആക്രമണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടായിരുന്നു അതിനുള്ള മറുപടി കൊടുത്തത് എന്നുള്ളതാണ്. അതായത് ഇറാനിൽ അമേരിക്ക കുടുങ്ങി മറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അമേരിക്കക്ക് തലയൂരാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അമേരിക്കക്ക് ഈ നഷ്ടങ്ങളൊക്കെ വരികയും ഏതെങ്കിലും രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇറാൻ അതിനോടൊക്കെയും തലതിരിഞ്ഞു നിൽക്കുന്ന ഒരു രീതിയാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ യുദ്ധം തുടങ്ങി, ഇനി യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് നിരവധി തവണ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ആരും തന്നെ, അമേരിക്ക പോലും ഇറാന്റെ ഈ കരുത്തിനെ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ലോകത്ത് തന്നെ ഏറ്റവും വലിയ വൻ ശക്തികളായ 2 രാജ്യങ്ങളാണ് ഇറാനോട് പൊരുതുന്നത്, ഇറാനിൽ ആക്രമണം അഴിച്ചുവിടുന്നത്, ഇറാനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഇറാൻ കഴിഞ്ഞ ദിവസം ഇറാന്റെ സൗദി എംബസി, അതുപോലെ ലോകത്തെ വിവിധ ഇറാനിയൻ എംബസികൾ അമേരിക്കയെ നിന്ദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുന്നത് ദ റിജീം ചേഞ്ച് ഹാപ്പൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ സേനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇക്കഴിഞ്ഞ ദിവസം 12 ജനറൽമാരെ ഡിഫൻസ് സെക്രട്ടറി ഗഹ്സത്ത് പുറത്താക്കിയിരുന്നു. ആ 12 ജനറൽമാരെയും US ആർമിയുടെ ചീഫിനെ അടക്കം പുറത്താക്കപ്പെട്ട ആ സംഭവം ഫോട്ടോ കൊടുത്തുകൊണ്ട് അവിടെയൊക്കെ ക്രോസ് ലൈന് തെറ്റിട്ട് ഇവരൊക്കെ പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ റിജീം ചേഞ്ച് സക്സസ്ഫുൾ ആയി നടക്കുന്നുണ്ട് എന്ന് അമേരിക്കയെ നിന്ദിക്കുന്ന രീതിയിൽ ട്വിറ്ററിൽ പോസ്റ്റുമായി ഇറാൻ എംബസി ലോകത്തുടനീളം കടന്നു വന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഇത്തരത്തിൽ
അമേരിക്കയെയും ഇസ്രയേലിനെയും കളിയാക്കുകയല്ലാതെ അമേരിക്കക്ക് അവിടെ റെജീം ചേഞ്ച് കൊണ്ടുവരുവാനോ അവരുടെ മിസൈൽ സംവിധാനം തകർക്കാനോ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, 3 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. പിന്നെ പറഞ്ഞു 2 ആഴ്ച വേണം, 3 ആഴ്ച വേണം, പിന്നെ അത് 4 ആഴ്ചയാക്കി. ഇപ്പോൾ 5 ആഴ്ച കഴിഞ്ഞതിന് ശേഷവും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ നശിപ്പിക്കുവാൻ മാത്രം ശേഷിയുള്ള രീതിയിലേക്ക് ഇറാൻ വളർന്നിരിക്കുന്നു. അതുകൊണ്ട് ഹോർമുസ് ഒരിക്കലും സുരക്ഷിതമല്ല. ഇപ്പോൾ ലേറ്റസ്റ്റായി ഇക്കഴിഞ്ഞ ദിവസം ഈ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചതിന് ശേഷം ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കുകയാണ്. 48 മണിക്കൂർ കൊണ്ട് ഹോർമുസ് തുറന്നിട്ടില്ലെങ്കിൽ ഇറാനിലെ സർവ്വതും നശിപ്പിക്കും എന്ന ഒരു വലിയ ഭീഷണിയാണ് അമേരിക്ക മുഴക്കുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ ഇക്കഴിഞ്ഞ ദിവസം ചെയ്തത്, ഇറാന്റെ തന്ത്രപ്രധാനമായ സംവിധാനങ്ങളെയൊന്നും നശിപ്പിക്കാൻ കഴിയാത്ത അമേരിക്കയും ഇസ്രയേലും അരിശം പൂണ്ടുകൊണ്ട് അവിടെയുള്ള സിവിലിയൻ സംവിധാനങ്ങൾ നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ ഇക്കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റികൾ ആക്രമിച്ചു, അതുപോലെ തന്നെ ഇറാന്റെ ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ് ആക്രമിച്ചു. 2 ദിവസം മുമ്പായിരുന്നു അവിടെയുള്ള ഇത്തരത്തിലുള്ള മറ്റൊരു ഫാർമസ്യൂട്ടിക്കൽ സംവിധാനത്തെ ഇസ്രയേൽ ആക്രമിച്ചത്. ഇങ്ങനെ തുടങ്ങി അവിടെയുള്ള പാലങ്ങൾ ആക്രമിക്കുന്നു, സ്കൂളുകൾ ആക്രമിക്കുന്നു, യൂണിവേഴ്സിറ്റികൾ ആക്രമിക്കുന്നു, സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സിവിലിയൻ സംവിധാനങ്ങളെ ആക്രമിക്കുന്നു. ഇത്തരത്തിലാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ട്രംപ് പറഞ്ഞതാണ്, ഞങ്ങൾ ഇറാനെ ഒരുപാട് പിന്നിലേക്ക് നയിക്കും എന്നതിൽ അർത്ഥമാക്കുന്നത് ഇറാന്റെ സാധാരണ ജനങ്ങളുടെ സംവിധാനങ്ങളെയാണ് ഞങ്ങൾ ആക്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ യുദ്ധം തുടങ്ങുമ്പോൾ സാധാരണക്കാർക്ക് സഹായവുമായി ഞങ്ങളിതാ വരുന്നുവെന്നും, നിങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് സഹായം ഇതാ എത്തിക്കഴിഞ്ഞു, അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കാൻ ഞങ്ങൾ എല്ലാ രീതിയിലും തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇറാനിലെ പ്രക്ഷോഭകാരികളായ സാധാരണ ജനങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ യുദ്ധം തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്നതെങ്കിൽ, അവർക്ക് ഇപ്പോൾ സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്ന രീതിയിലേക്ക്, അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലേക്ക്, അവരുടെ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ മുട്ടിക്കുന്ന രീതിയിലേക്ക്, അവരുടെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ മുട്ടിക്കുന്ന രീതിയിലേക്ക് ആക്രമണത്തെ വ്യാപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ചെറുപ്പകാലത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവം മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദേഷ്യം പിടിക്കുമ്പോൾ നമുക്ക് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിലും മറ്റെന്തെങ്കിലും എടുത്ത് ഓടിക്കളയുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ അമേരിക്ക തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരുദ്ദേശിച്ച മിസൈലിനെ നശിപ്പിക്കുവാൻ പറ്റുന്നില്ല. അവർക്ക് ന്യൂക്ലിയർ പ്ലാന്റുകൾ ആക്രമിക്കുന്നു എന്ന് പറയുകയാണെങ്കിലും ഒരു രീതിയിലും സമ്പുഷ്ടീകരിച്ച യുറേനിയം തൊടാൻ പറ്റുന്നില്ല. ഇത് ഇന്റർനാഷണൽ ഏജൻസികൾ പോലും അത് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ റെജീം ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, അമേരിക്കയുടെ മേഖലയിലെ എല്ലാ ബേസുകളെയും ഇറാൻ ആക്രമിച്ച് തകർത്തു കളഞ്ഞു. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും മറ്റുമൊക്കെ മേഖലയിലെ കുവൈത്തിലെയും ഇസ്രയേലിലെയും സിവിലിയൻ വിമാനത്താവളങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഈ കുവൈത്തിലും ഇസ്രയേലിലും സാധാരണ സംവിധാനങ്ങളെ ഇറാൻ ലക്ഷ്യമിടുന്നു. അതുപോലെ ഈ ഇസ്രയേലിൽ വളരെ വലിയ ഭീകരാന്തരീക്ഷം നിരന്തരമായി ഇറാൻ ഇപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഇറാന്റെ കരുത്ത് നമ്മൾ ഉദ്ദേശിച്ചതിലും മീതെയാണ് എന്നല്ല, അമേരിക്കയും ഇസ്രയേലും ഉദ്ദേശിച്ചതിലും മീതെയാണ്. അവർ ഇറാന്റെ കയ്യിൽ 3000 മിസൈലും ഉണ്ടെന്നും അതുപോലെ 5000 മിസൈൽ ഉണ്ടെന്നൊക്കെയുള്ള വളരെ വലിയ കണക്കുകൂട്ടലുമായാണ് അവർ രംഗപ്രവേശനം നടത്തിയതെങ്കിൽ, ഏകദേശം മേഖലയിലെ 6ഓളം വരുന്ന രാജ്യങ്ങളിലേക്ക് ഇതിലധികം മിസൈലുകൾ, അല്ലെങ്കിൽ ഈ എണ്ണം, അവർ ഉദ്ദേശിച്ച എണ്ണം മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇതിനകം തന്നെ ഇറാൻ വിക്ഷേപിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഞങ്ങൾ യുദ്ധം നിർത്തില്ല, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഞങ്ങൾ ഇനി തൊട്ട് കഴിഞ്ഞതിൽ ഞങ്ങൾ പാഠം പഠിപ്പിക്കും, നിങ്ങൾ കീഴടങ്ങണമെന്ന ഒരൊറ്റ വാശിയിലാണ് ഇറാൻ ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ തന്നെ പോകുകയാണെങ്കിൽ ലോകത്തെ എനർജി ഷോർട്ടേജും മറ്റുമൊക്കെ എത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നും, അമേരിക്കയെ തള്ളിപ്പറയുന്നവർക്കൊക്കെയും ഇത്തരത്തിൽ ഫ്രാൻസിനും മറ്റുമൊക്കെ ഹോർമുസ് കടലെടുക്ക് വഴി എണ്ണ ഇറക്കുമതി ചെയ്യുവാനുള്ള സംവിധാനം, അവരുടെ കപ്പൽ കടന്നു പോകുവാനും ഇറാൻ അനുവദിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളും വരികയാണ്. കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കക്ക് എയർ സ്പേസ് നിഷേധിക്കുകയും ഈ യുദ്ധത്തിനെതിരാവുകയും, എന്തിലധികം അമേരിക്കൻ സൈനിക വൃത്തങ്ങളിൽ നിന്ന് പോലും ഇറാനിൽ യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പറയുന്നതിൻ്റെ പ്രതിഫലനമാണ് അവിടെയുള്ള ആർമി ചീഫിനെയും പല ജനറൽമാരെയും ഇത്തരത്തിൽ ഗസത്തിന് പുറത്താക്കേണ്ടി വരുന്നത്. അമേരിക്കക്കുള്ളിലും അമേരിക്കൻ സൈനികർക്കുള്ളിലും അമേരിക്കൻ നയതന്ത്ര തലത്തിലും നാറ്റോ സഖ്യത്തിനുള്ളിലും മാത്രമല്ല GCCയിലെ അവരുടെ സഖ്യ രാജ്യങ്ങൾക്കുള്ളിൽ പോലും
അമേരിക്കക്ക് ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നിരിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ലോകത്ത് ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇറാന്റെ പ്രത്യാക്രമണത്തിലും ഇറാന്റെ പ്രതിരോധത്തിലും ലോകം ഞെട്ടിവിറച്ചിരിക്കുകയാണ്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.